ഹലോ, കുക്കിംഗ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് 2 തേങ്ങ നമ്മൾ ഒന്ന് പുറത്താക്കി വെക്കണം. അതിനുശേഷം നമ്മൾ കൊത്തിയെടുത്ത ശേഷം പൂളിയാക്കി വെച്ചിട്ട് അത് മിക്സി ജാറിലിട്ട് നല്ലവണ്ണം ജ്യൂസ് ചെയ്ത് വെക്കുക. അത് നല്ലവണ്ണം ജ്യൂസ് ചെയ്ത ശേഷം ഒരരിപ്പ് എടുത്തിട്ട് ആ തേങ്ങാപ്പാലൊക്കെ നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കുക. കട്ടിയോടെ വേണം, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ ആവശ്യാനുസരണമായിരിക്കണം. ഇത്ര 4 മുറി തേങ്ങയിൽ നമുക്ക് ഇത്ര തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പാത്രം ചേഞ്ച് ചെയ്തിട്ട് ഇത്തിരി വണ്ണമുള്ള പാത്രത്തിലേക്ക് ഒഴിക്കണം. അതിന് ശേഷം നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച ശേഷം ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച പാത്രം നമ്മൾ ഗ്യാസുമ്മേൽ വെക്കുക. നല്ലവണ്ണം നല്ലവണ്ണം തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ തേങ്ങാപ്പാൽ നല്ലവണ്ണം തിള വരുന്നുണ്ട്. തിളച്ച് നല്ലവണ്ണം ഒന്ന് കുറുകി വരുന്ന ശേഷം മാത്രമാണ് ഇതിൽ നിന്ന് വെളിച്ചെണ്ണ ഇറങ്ങി വരുള്ളൂ. ഇപ്പം നല്ലവണ്ണം തേങ്ങാപ്പാൽ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സ്പൂണെടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഒത്തിരി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ അതൊന്ന് കുറഞ്ഞു വരും. പാത്രത്തിൽ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ച വെള്ളമൊക്കെ ഇറങ്ങി വന്ന ശേഷം മാത്രമാണ് ഇതിൽ നിന്ന് വെളിച്ചെണ്ണ ഇറങ്ങി വരുള്ളൂ. ഇപ്പം ഒത്തിരി തിളച്ചിട്ട് ഒരുപാട് തേങ്ങാപ്പാൽ കുറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ നല്ലവണ്ണം വറ്റി വരുന്നുണ്ട്. അതിലുള്ള വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങുന്നുണ്ട്. നോക്കിയാൽ തിളച്ച് വരുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ വെളിച്ചെണ്ണ 4 ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. തേങ്ങാപ്പാലൊക്കെ നല്ലവണ്ണം ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അതിന് ശേഷം ഇതിൽ തേങ്ങൻ്റെ കീടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റണം. നല്ലൊരു ഗോൾഡൻ കളറായി വരും. ഇതാകണ്ട ലാസ്റ്റ് സ്റ്റേജിലാണിത്. അപ്പോൾ ഇത് തേങ്ങയുടെ അരിച്ച അതിലെ കീടങ്ങളൊക്കെ അത് വെളിച്ചെണ്ണയാണ്. ഇതാണ് നമ്മളെടുത്ത വെളിച്ചെണ്ണ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ആവശ്യമായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കണം. അത് കീടമാണിത് തേങ്ങൻ്റെ. ഇത്ര വെളിച്ചെണ്ണ കിട്ടി. നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ മറന്നുകൊണ്ട, ബെൽ ബട്ടൺ മറന്നുകൊണ്ട് നിൽക്കാൻ ഓൺ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പ്ലീസ് റിക്വസ്റ്റ്. നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം റെസിപ്പി ആയിട്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അയക്കുന്നുള്ള. ഓക്കെ, വീണ്ടും കാണാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം റെസിപ്പി ആയിട്ട്. ബൈ.